പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വലിയൊരു തലവേദന പ്രതിപക്ഷം അവർക്കുണ്ടാക്കിയായി. അതായത് 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിട്ടും കിഴക്കമ്പലം പഞ്ചായത്തിലെ പര്യത്തുകാവ് ഉന്നതി എന്ന് പറയുന്ന ഒരു ദളിത് കോളനിയിലെ 8 കുടുംബങ്ങൾക്ക് ഒരു പുനരധിവാസ പാക്കേജോ അല്ലെങ്കിൽ അവരധിവസിക്കുന്ന ഭൂമിയിൽ തുടർന്ന് താമസിക്കുന്നതിന് ആവശ്യമായ യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തില്ല. വർഷങ്ങളായി ആ ഭൂമിയിൽ അവർ കുടിയേറി പാർക്കുന്നതാണ് എന്നാണ് ആ ഭൂവുടമകൾ പറഞ്ഞിരുന്നത്. ഈ ഭൂവുടമകൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാരണവശാലും ഞങ്ങളിവിടെ കുടിയേറി പാർത്തതല്ല, പുറമ്പോക്കിലാണ് താമസിക്കുന്നതെന്ന് 8 ദളിത് കുടുംബങ്ങളും പറയുന്നു. ഏതാണ്ട് 19 ഏക്കറോളം വരുന്ന ഈ സ്ഥലം ഭൂവുടമ ഒഴിച്ചു കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇവരെ ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെരുമ്പാവൂർ മുൻസിഫ് കോടതി അടക്കം സുപ്രീം കോടതിയിൽ അടക്കം നിയമവ്യവഹാരങ്ങളുമായി പോകുന്നു. സുപ്രീം കോടതി അഭിഭാഷക കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ട് പറയുന്നു, ഇവർക്ക് ഈ ഭൂമി ഉടമകളുടെ ആവശ്യം അംഗീകരിക്കണം, അവരുടെ ഹർജിയിൽ തീരുമാനമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് കുടിയൊഴിപ്പിക്കാൻ ഉത്തരവായി. വി ഡി സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം അഭിഭാഷക കമ്മീഷൻ അവിടെ പര്യത്തുകാവ് ഉന്നതിയിലേക്ക് വരുന്നു. പോലീസ് സന്നാഹത്തോടു കൂടി തന്നെയാണ് വരുന്നത്. അവിടെ ഉന്നതിയിൽ അവർ 8 കുടുംബങ്ങൾ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അത് വലിയ ഒച്ചപ്പാട് ബഹളങ്ങളൊക്കെ ആകുന്നു. ഈ സമയത്ത് കിഴക്കമ്പലത്തെ മുൻ MLA ആയ ശ്രീനിജൻ സ്ഥലത്തെത്തുന്നു. ഒരു കാരണവശാലും ഈ ദളിത് കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ CPM സമ്മതിക്കില്ല എന്ന് പറയുന്നു. തുടർന്ന് അവിടെ 5 വർഷം കേരളത്തിൻ്റെ നിയമമന്ത്രിയായിരുന്ന കളമശ്ശേരി മണ്ഡലം, അതായത് കിഴക്കമ്പലത്തിൻ്റെ തൊട്ടടുത്ത മണ്ഡലമായ കളമശ്ശേരി മണ്ഡലത്തിലെ P രാജീവ് വരുന്നു. ഒരു കാരണവശാലും ഉന്നതിയിലെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഉന്നതി ദളിത് കുടുംബ പുനരധിവാസത്തിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും, സംരക്ഷണ സമിതി ഉണ്ടാക്കുന്നു. അങ്ങനെ പ്രഹസനങ്ങളുടെ ഘോഷയാത്രയുണ്ടാക്കുന്നു. 10 വർഷം പിണറായി വിജയൻ സർക്കാർ ഭരിച്ചിട്ടും ഈ ഉന്നതിയിലെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനു മുൻപ് പലതവണയും അഭിഭാഷക കമ്മീഷൻ വന്നിട്ട് അതിലൊന്നും ഇടപെടാതിരിക്കുകയോ ഏതെങ്കിലും ഒരു ലാൻഡ് ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു നീതി നിർവഹിച്ച് കൊടുക്കാനോ ഇവർക്ക് കൃത്യമായൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനോ പിണറായി വിജയൻ സർക്കാരിനോ P രാജീവിനോ ശ്രീനിധിനോ ഒന്നും ശ്രമിച്ചിട്ടില്ല, സാധിച്ചിട്ടില്ല. ഈ ഘട്ടത്തിലാണ് വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരം ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ് ഉടൻ തന്നെ രമേശ് ചെന്നിത്തല പോലീസിനെ വിളിച്ച് പറയുന്നു, അവിടെ പോലീസ് നടപടികൾ ഉണ്ടാകാൻ പാടില്ല, കോടതി അഭിഭാഷക കമ്മീഷനും വിലക്കാൻ സർക്കാരിന് പറ്റില്ല. വി ഡി സതീശനും ഇടപെടുന്നു. റോജി M. ജോൺ എന്ന മന്ത്രിയെ അവരെ ഉന്നതിയിലേക്ക് പറഞ്ഞയക്കുന്നു. അവരുമായിട്ട് സംസാരിക്കുന്നു. അവർക്കൊരു ശാശ്വതമായ പരിഹാരം പുനരധിവാസത്തിന് ഉണ്ടാക്കും എന്ന് പറയുന്നു. ഇതിനിടയിൽ ഈ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ നിന്ന് വീണ്ടും ഉത്തരവ് വരുന്നു. ഈ 9-ാം തീയതിക്കകം, ജൂൺ 9-ാം തീയതിക്കകം ഇവരെ കുടിയൊഴിപ്പിക്കണം. അഭിഭാഷക കമ്മീഷൻ കുടിയൊഴിപ്പിച്ച് റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കണം. ഇനിയൊരു അന്തിമ വിജ്ഞാപനം ഉണ്ടാകില്ല എന്ന് പറയുന്നു. സർക്കാർ അതിനെതിരെ വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു. 16-ാം തീയതി വരെ ഹൈക്കോടതി ഇത് നീട്ടിവെച്ചു കൊടുക്കുന്നു. അതായത് അതുവരെ കോടതി അഭിഭാഷക കമ്മീഷൻ്റെ നടപടികൾ ഉണ്ടാകാൻ പാടില്ല. അതിനിടയിൽ ഈ കുടുംബവുമായിട്ട് അവർ സംസാരിച്ച് അവർക്ക് ആവശ്യമെങ്കിൽ പുനരധിവാസ പാക്കേജ് അവരുടെ താല്പര്യപ്രകാരം പുറത്ത് ഭൂമി വാങ്ങി സ്പോൺസർഷിപ്പ് പ്രകാരം വീട് വെച്ച് കൊടുക്കാമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അവരുടെ ഒരു വിഭാഗം അത് അംഗീകരിക്കില്ല, അവർക്ക് അവിടെ തന്നെ താമസിക്കണം എന്ന് പറയുന്നു. റീസർവേ നടത്തണം, പുറമ്പോക്കിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നു. എങ്ങനെയാണ് സാർ ഈ ഇത്തരം ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ഇവരെ കുടിയൊഴിപ്പിക്കാനും പറ്റില്ല. എന്ത് തരത്തിലുള്ള ഒരു സമവായമാണ് അവിടെ സ്വീകരിക്കാൻ സാധ്യത? ഇതിൽ CPMൻ്റെ ഇരട്ടത്താപ്പ് നയം എന്താണ്? അല്ല, ഇവിടെ എങ്ങനെയെങ്കിലും ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള CPM തന്ത്രം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവിനെ ലംഘിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾക്ക് സാവകാശം വേണം, ഞങ്ങളവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾക്ക് സമയം വേണം എന്ന് പറയുകയും അങ്ങനെയാണ് ഈ കേസ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഡേറ്റാണ് ഈ പറയുന്ന 6-ാം തീയതി വരുന്നത്. ഈ 6-ാം തീയതിക്ക് അവിടെ നിർബന്ധമായിട്ടും കുടിയൊഴിപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടതി ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ ഗവൺമെൻറ്റിന് കോടതിയിലേശ കേസ് വരും. അതുകൊണ്ട് അവർക്ക് പോലീസ് സന്നാഹത്തോടെ അവരെ ഒഴിവാക്കിയേ പറ്റുള്ളൂ. എന്നാൽ അതേസമയത്ത് ഗവൺമെൻറ് അവർക്ക് വേറെ സ്ഥലം ക്ലിയർ ചെയ്ത് കൊടുത്ത് അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചില താമസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. സ്വന്തം വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപിരിഞ്ഞു പോകാൻ സ്വാഭാവികമായിട്ട് അവർക്ക് പ്രശ്നമുണ്ടാവുമെങ്കിലും പക്ഷേ സുപ്രീം കോടതി വിധിക്ക് അപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ 10-16 തവണ ഇത് മാറ്റി വെച്ചിട്ടുള്ള കേസാണ്.
ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ നിയമമന്ത്രിയായിരുന്ന രാജീവ് ഇത് അറിഞ്ഞില്ല കേട്ടില്ല പറഞ്ഞിട്ട് മാറി നിൽക്കുകയായിരുന്നു. അതേപോലെ അവിടുത്തെ ശ്രീനിജൻ ഈ കാര്യത്തിൽ ഇടപെടുകയോ പരിഹാരം ഉണ്ടാക്കുകയോ ചെയ്തിരുന്നില്ല. 16 തവണ തുടങ്ങുന്ന ഈ കേസ് തുടങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ അവർക്ക് വേണ്ട നടപടികൾ അന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത്, പിണറായിൻ്റെ ഭരണകാലത്ത് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം വരുമായിരുന്നില്ല. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ തന്നെ മുഖം തിരിഞ്ഞു നിന്ന് ഇപ്പോൾ ഇടതുപക്ഷം മാറി വലതുപക്ഷം UDF അധികാരത്തിൽ വന്നപ്പോൾ അവർക്കെതിരെ നീക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധമാണ് ഇതെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ഇവർ ചാടി വീണ് അതിന് നേതൃത്വം കൊടുത്ത് അവരെ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ സമ്മതിക്കില്ല പറഞ്ഞിട്ട് ഒരു കലാപം ഉണ്ടാക്കുക, വെടിവെപ്പും അതേപോലെ ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കുക, എന്നിട്ട് കേരളത്തിലെ UDFനെതിരെ വലിയ തോതിൽ ജനങ്ങളെ തിരിപ്പിക്കുക, ജനരോഷം ഉണ്ടാക്കുക, ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യം. പക്ഷേ സ്വാഭാവികമായിട്ടും ഇതിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ ഇവരുടെ വലയിൽ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. CPMനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സംഘടനാ ശേഷി ഉപയോഗിച്ച് പോലീസിനെ നേരിടുകയും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാക്കുകയും അതുവഴി ഗവൺമെൻറ്റിനെതിരെ തുടക്കത്തിൽ തന്നെ പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിലും ജനങ്ങൾ ഗവൺമെൻറ്റിന് കൂടെയാണ്. കാരണം 10-16 തവണയായിട്ട് തിരിഞ്ഞു നോക്കാത്ത മന്ത്രി രാജീവും ശ്രീനിജനും ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ഭരണം മാറിയപ്പോൾ അവർക്ക് എന്ത് ന്യായമാണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ജനങ്ങളുടെ മനോഭാവം. ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കൂടെയാണ്. അല്ല, ഈ ഉന്നതി നിവാസികൾ തന്നെ ഈ മുൻ MLA ശ്രീനിജനും രാജീവൊക്കെ എത്തിയപ്പോൾ മന്ത്രി രാജീവ് എല്ലാത്തി പറഞ്ഞു, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? അവരിൽ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ 8 കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അവർ വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളാണ്. 14 തവണയാണ് അഭിഭാഷക കമ്മീഷൻ ഇവരെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ച് പോലീസിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കി ലാത്തി ചാർജോ വെടിവെപ്പൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇടവ് അവിടെ ഉണ്ടാക്കുക, അതിന് സാഹചര്യം സൃഷ്ടിക്കുക, ഒപ്പം കോടതി അലക്ഷ്യത്തിന് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക. ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് എന്നല്ലാതെ ഒരു പ്രശ്നത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടി ഇന്നേ വരെ ശ്രമിക്കാതിരുന്ന ഈ സർക്കാർ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പഴയ സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ലേ അവിടെ അത്തരം ഒരു വിഷയം ഉണ്ടാക്കിയത്? അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വേറെ ഒന്നും കിട്ടില്ല. അപ്പം UDFനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി യാതൊരു വസ്തുതകളില്ല. മാത്രമല്ല ആരോപണങ്ങളുടെ മുൻമുനയിലാണ് അവർ നിൽക്കുന്നത് എല്ലാ തരത്തിലും. ആ സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ഇഷ്യൂ ഉണ്ടാക്കി ഇവിടെ കലാപം ഉണ്ടാക്കുക, കേരളം മുഴുവൻ കലാപഭൂമിയാക്കുക, അതിൻ്റെ പേരിൽ ഇവിടെ അക്രമം അഴിച്ചുവിടുക, രക്തസാക്ഷികളെ കിട്ടുക, ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്കിത് പ്രശ്നം പരിഹരിക്കാനാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 10 വർഷം സമയം ഉണ്ടായിട്ടും അവർക്ക് എളുപ്പത്തിൽ വേറൊരു സ്ഥലം കണ്ടെത്തി ഇവർക്ക് വേറെ വീട് വെച്ച് കൊടുക്കാമായിരുന്നില്ലേ? ഈ ഭൂവുടമയെ കൂടി കേട്ടിട്ടുണ്ടായിരുന്നു. ഭൂവുടമ പറയുന്നത് അവരുടെ സ്ഥലമാണ്, ഏതാണ്ട് 19 ഏക്കർ സ്ഥലമുണ്ട്. ഇതിലേതാണ്ട് 50 സെൻറ്റ് സ്ഥലമൊക്കെ ചില ആളുകൾ കുടിയേറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നതാണ് സത്യാവസ്ഥയെങ്കിൽ ഇവർ പറയുന്നത് പോലെ, ഈ കുടിയെടുപ്പുകാർ പറയുന്നത് പോലെ അവർ ആവശ്യം ഉന്നയിക്കുന്നത് ഇത് അളക്കണം, റീസർവേ നടത്തണം. റീസർവേ നടത്തിയിട്ട് പുറമ്പോക്കിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ പുറമ്പോക്കിലാണെന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാർ ഭൂമിയാണ്, അപ്പോൾ പിന്നെ സർക്കാരിന് തീരുമാനം എടുക്കാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഇത് ഈ 10 വർഷം കൊണ്ട് നടന്നില്ല എന്നുള്ള വലിയ ചോദ്യം തന്നെയാണ്. അതാണ് ഇവിടെ. അല്ല, ഇത് നേരത്തെ അളന്ന് തിട്ടപ്പെടുത്തി ക്ലിയർ ചെയ്ത് അങ്ങനെ പുറമ്പോക്കാണെങ്കിൽ അത് ഇവർക്ക് പതിപ്പിച്ചു കൊടുത്താൽ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. അതെ, അത് ഗവൺമെന്റ് പിണറായി സർക്കാർ ചെയ്യാത്തത് കൊണ്ടാണല്ലോ അവർ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഈ ഗവൺമെന്റ് വന്ന ശേഷം ഉണ്ടായ സംഭവം അല്ലല്ലോ. ആയിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. ഇത് 10 വർഷമായി തുറന്നുകൊണ്ടിരിക്കുന്ന സമരവും അതേപോലെ പ്രശ്നപരിഹാരമില്ലായ്മയും ഇവിടെ എത്തിച്ചേർക്കുന്നത്. അപ്പം ഇവർ ആകപ്പാടെ ഉദ്ദേശിക്കുന്നത് കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് എങ്ങനെയെങ്കിലും അവിടെ ജനരോഷം ഉണ്ടാക്കുക, വെടിവെപ്പ് ഉണ്ടാക്കുക, എന്നിട്ട് കേരളം മുഴുവൻ കലാപം ഉണ്ടാക്കുക, അങ്ങനെ UDF ഗവൺമെൻറ്റിനെതിരെ ജനങ്ങൾ തിരിപ്പിക്കുക എന്നാണ്. പക്ഷെ ജനങ്ങൾ 100% UDFനോടൊപ്പമാണ് ഈ കാര്യത്തിൽ. കാരണം എല്ലാവർക്കും അറിയാം, പഴയ മാതിരിയല്ല, സോഷ്യൽ മീഡിയയുടെ കാലമാണ്. 10 വർഷമായി എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല രാജീവിനും അതേപോലെ ശ്രീനിജനെന്നും.
അവരോട് കൃത്യമായ ചോദ്യങ്ങൾക്ക് അവിടെയുള്ള അവിടെ താമസിക്കുന്നവർ തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും കാലം എന്നുള്ള ചോദ്യം അവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ അവരെങ്ങനെയെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളതിലുപരി വേറെ ഒന്നുമല്ല. എന്നിരുന്നാലും ഈ പറയുന്ന 8 കുടുംബങ്ങൾക്കും ഒരു കൃത്യമായ സ്ഥലം കൊടുത്ത് അവർക്ക് ജീവിക്കാനുള്ള വീടും അതേപോലെ മറ്റു സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ചെയ്തു കൊടുക്കാമെന്ന് വി.ഡി. സതീശൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന് സാവകാശം വേണ്ടി വരും. അതുവരെ ഇവരെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തു കൊടുക്കുമായിരിക്കും. അപ്പോൾ അത് ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർ ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് നടപടി ഉണ്ടാക്കുകയും കുടുംബത്തിന് സുരക്ഷിതമായ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കുകയും സുരക്ഷിതമായിട്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അപ്പം അത് സ്വാഭാവികമായുള്ള കാര്യമാണ്. പക്ഷെ അത് മുതലെടുക്കുന്ന രാജീവും അതേപോലെ ശ്രീനിജനും ഉദ്ദേശിക്കുന്നത് അവിടെ കലാപം ഉണ്ടാക്കി വെടിവെപ്പും സുപ്രീം കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് ഇറങ്ങുമ്പം ഇവർ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ അത് വലിയ പ്രശ്നമായി മാറും. അപ്പോൾ അത് നിരപരാധികൾ അവിടെ മരിച്ചു വീഴും, അവിടെ രക്തസാക്ഷികൾ പിറക്കും. ഇതാണ് രാജീവിൻ്റെയും അതേപോലെ ശ്രീനിജന്റെ ഉദ്ദേശം. അല്ല സാർ, അതുപോലെ തന്നെ ഒരു തന്ത്രപരമായിട്ടുള്ളൊരു നീക്കം തന്നെയായിരുന്നല്ലോ തിരുവനന്തപുരത്ത് ED റെയ്ഡ് നടക്കുമ്പോൾ ED പ്രതിരോധിച്ചതും EDയുടെ എതിരെ ഇവർ ഇത്തരം EDയുടെ വാഹനങ്ങൾ തല്ലിപ്പൊളിക്കാനൊക്കെ ഉള്ളൊരു ശ്രമം നടത്തി. അവിടെയും ഉദ്ദേശം ഒരു കലാപമുണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലാത്തി ചാർജോ വെടിവെപ്പൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ രക്തസാക്ഷികൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേരിൽ വീണ്ടും ജനങ്ങളെ സംഘടിപ്പിക്കാൻ പറ്റും, പാർട്ടിക്ക് നഷ്ടമായേക്കണ പ്രതാപം വീണ്ടെടുക്കാൻ പറ്റും എന്നൊക്കെ അതിൻ്റെ ഒരു ഗൂഢമായ ലക്ഷ്യം അതിൻ്റെ പുറകിലുണ്ടായി കാണില്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും അവർക്ക് ഗൂഢലക്ഷ്യമുണ്ടല്ലോ. അവിടെ തിരുവനന്തപുരത്ത് അവർ ചെയ്ത പരിപാടി ഇപ്പം വെളുക്കാൻ തേച്ച് പാണ്ടായ പോലെ എല്ലാത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ രക്ഷിക്കാൻ ഇപ്പം നേതാക്കന്മാരെയും കൊടുക്കണമെന്നാണ് ED പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്കതിൽ ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ എവിഡൻസ് വളരെ പ്രാധാന്യത്തോടെ ഉള്ളതിനാൽ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല തന്നെ. തൽക്കാലം ഇവർ നിന്നുണ്ടാക്കിയാലും ജയിലിൽ പോകുമ്പോൾ ഒരു കുട്ടി ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കിഴക്കമ്പലത്ത് ഉണ്ടാകാൻ പോകുന്ന സാഹചര്യം. ആരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് തൽക്കാലം പ്രശ്നം ഉണ്ടാക്കാൻ പറ്റിയിരിക്കും. അവസാനം ജയിലിൽ പോണാൽ ഒരു കുട്ടി ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. മുൻനിരയിലേക്ക് അണികളേക്ക് തള്ളിവിട്ടുകൊണ്ട് നേതാക്കന്മാരെല്ലാം പിന്നോട്ട് മാറും. കേസ് വരുമ്പോൾ തീർച്ചയായും ജയിലിൽ പോകാനൊക്കെ ആയിട്ട് ഈ സാധാരണക്കാരായിട്ടുള്ള കുടുംബത്തിലെ ഈ ആളുകൾ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടി സഖാക്കളുടെ ചുടുചോര ചിന്തിക്കുക എന്നിട്ട് അതിന്ന് രക്തസാക്ഷികൾ സൃഷ്ടിക്കുക, ഇത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു സങ്കീർണമായ പ്രശ്നമാണ് ഇവിടെ എന്നുള്ളത് സത്യമാണ്.